ഇടതിനാണോ വലതിനാണോ പ്രതിച്ഛായ കൊണ്ട് ആർക്കാണ് ലാഭം ഉണ്ടാവുക? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വി ഉണ്ണികൃഷ്ണൻ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? ഉമ്മൻചാണ്ടിയുമായി സാമ്യമുണ്ടെന്നല്ല, ഉമ്മൻചാണ്ടി തന്നെയാണ് പ്രതിച്ഛായയിലെ മുഖ്യമന്ത്രി KN വർഗീസ്. ഫാമിലി ട്രീയിലെ പൊരുത്തക്കേടുകളൊക്കെ ഒഴിച്ചാൽ അതങ്ങനെ തന്നെയാണ്. അത് ഉറപ്പിക്കുന്ന ഒരു പ്രധാന രാഷ്ട്രീയ വിവാദം തന്നെയാണ് കഥയുടെ നട്ടെല്ല്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെ വരികൾ അതേപടി KN വർഗീസിന്റെ കല്ലറയിലുമുണ്ട്. അതേ മുറിപ്പാടുകൾ ആ നെറ്റിയിലുമുണ്ട്. അതുകൊണ്ട് തന്നെ കഥാപാത്രം സാങ്കല്പികമാണെന്ന് ഡിസ്ക്ലെയിമറിൽ പറഞ്ഞു വെച്ചിട്ട് കാര്യമില്ല. പക്ഷെ ചോദ്യം മറ്റൊന്നാണ്. കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ 2 ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളൂ. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിൽ വി ഉണ്ണികൃഷ്ണൻ വിജയിച്ചിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് സമയം റിലീസിനായി കരുതി വെച്ചത് എന്തിനായിരിക്കും? പ്രതിച്ഛായ കൊണ്ട് ആർക്കാവും യഥാർത്ഥത്തിൽ ലാഭമുണ്ടാവുക? വി ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തിയുടെ ബ്രില്യൻസ് വെളിവാകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നിട്ട് കൂടി കോൺഗ്രസ് ഭരണകാലത്തെ അയാൾ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയെന്നതിനാണ്. ഭരണ പാർട്ടികളോടും പ്രതിപക്ഷത്തോടുമുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലെ പൊരുത്തക്കേടുകളും പാർട്ടികൾക്കുള്ളിൽ തന്നെയുള്ള കുതികാൽ വെട്ടും പകരം വീട്ടലും പകപോക്കലും തെറ്റും ശരിയും എല്ലാം പറഞ്ഞു വെക്കുന്നു. മുഖ്യമന്ത്രി പറയുന്ന ഒരു വാചകമുണ്ട്: 100 തിന്മയ്ക്ക് 100 നന്മ. അതായത് അയാൾ ചെയ്യുന്നതെല്ലാം ഒന്നും ന്യായീകരിക്കാനാവുന്നതല്ല, എന്നാൽ നല്ല നേതാവല്ലെന്ന് പറയാനും ആവില്ല എന്നൊരു നിലപാട്. ഒരു നേരിയ വ്യത്യാസത്തിൽ ഒരുപക്ഷെ പക്ഷപാതമായി പോകേണ്ടുന്ന കഥാപരിസരം അപകട സാധ്യത വളരെ കുറച്ച് പറഞ്ഞു തീർക്കുന്നു. ബാലചന്ദ്ര മേനോൻ അവതരിപ്പിക്കുന്ന മുഖ്യമന്ത്രി KN വർഗീസ്, ഇദ്ദേഹത്തിന്റെ മകൻ ജോൺ വർഗീസ് എന്നിവരിലൂടെയാണ് ഈ കഥ പോകുന്നത്. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധമാണ് രാഷ്ട്രീയത്തിനപ്പുറത്തെ ഒരു ഫിക്ഷണൽ എലമെന്റ്. കംപ്ലീറ്റ് നിവിൻ പോളി പടം എന്ന് പറയാനാവില്ല. ആദ്യ പകുതി കൊണ്ടുപോകുന്നത് ബാലേന്ദ്ര മേനോനാണ്. വ്യക്തിപരമായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേഷവും അദ്ദേഹത്തിന്റെ തന്നെയായിരുന്നു. അഭിനയത്തിൽ ബാലേന്ദ്ര മേനോൻ കാലങ്ങളായി തുടർന്നു പോരുന്ന പതിവ് മാനറിസങ്ങളെല്ലാം പെട്ടിയിൽ വെച്ച് വേറെ തന്നെ ഒരു വ്യക്തിയായി വന്നിട്ടുണ്ട്. ആ വേഷം അദ്ദേഹത്തിന് നന്നായി ഇണങ്ങുന്നുമുണ്ട്. ആദ്യ പകുതിയിൽ നിവിന് ചെയ്യാൻ ഒന്നും തന്നെ ഇല്ലാത്തതുപോലെയാണ്. പക്ഷെ 2ാം പകുതിയിൽ നിവിനാണ് മെയിൻ. ഷറഫുദ്ദീനും അത്യാവശ്യ സ്വാഗൊക്കെയുള്ള ഒരു പ്രതിനായകനാണ്. പക്ഷെ സ്ലോ മോഷനും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും അപ്പുറം കനപ്പെട്ട ഒരു ഡയലോഗ് പോലും ഇല്ലല്ലോ എന്നൊരു നിരാശ നമുക്ക് തോന്നാൻ സാധ്യതയേറെയാണ്. എങ്കിലും രാഷ്ട്രീയ സിനിമ എന്ന ലേബലിൽ ഒരു സിനിമ മലയാളത്തിൽ വന്നിട്ട് കുറച്ച് കാലങ്ങളായി എന്നുള്ളത് കൊണ്ട് തന്നെ ധൈര്യമായി നമുക്ക് കാണാം. U സർട്ടിഫൈഡ് ആണ് പടം. കുടുംബ പ്രേക്ഷകർക്ക് ബോറടി ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റും. അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്: ആർക്കാണ് ഇതിൽ നേട്ടം? ഇടതിനോ വലതിനോ?